സാധാരണ മനുഷ്യരുടെ മനസ്സിൽ പലപ്പോഴും ഉദിച്ചു വരുന്ന ചില ചോദ്യങ്ങൾ ക്യാൻസറിനെ കുറിച്ചും അതിന് പല വേദികളിലും കൊടുക്കേണ്ടി വരുന്ന ഉത്തരങ്ങളും അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ഗംഗാധരനാണ്, ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്, എറണാകുളത്ത് നിന്ന്. പലപ്പോഴും ഒരു രോഗിയും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഇത് എനിക്ക് ക്യാൻസർ വന്നു, ഇതൊരു പകർച്ചവ്യാധിയാണോ, ഞാൻ മറ്റുള്ളവരായിട്ട് ഇടപെടുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ചോദിക്കാറുണ്ട്. സാധാരണ എന്നും വരുന്ന ചോദ്യമാണത്. അതിന് ഭയങ്കര സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു അമ്മ ആശുപത്രി കിടക്കുന്ന സമയത്ത് മകന് വീട്ടിലേക്ക് ചോക്ലേറ്റ് കൊടുത്തു വിടുമായിരുന്നു അച്ഛൻ്റെ കയ്യിൽ. പക്ഷെ അച്ഛൻ ആ ചോക്ലേറ്റ് ഒരിക്കലും വീട്ടിലെത്തിച്ചില്ല, മകന് കൊടുത്തുമില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നിനക്കൊരു പകർച്ചവ്യാധി ആയതുകൊണ്ട് ആ ചോക്ലേറ്റ് ഞാൻ മകന് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അതാണ് തെറ്റിദ്ധാരണ. ഒരു പകർച്ചവ്യാധിയല്ല, ക്യാൻസർ ഒരിക്കലും ഒരു പകർച്ചവ്യാധിയല്ല. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു രക്താർബുദ രോഗിയിൽ നിന്നും രക്തം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ പോലും ആ ഏറ്റുവാങ്ങിയ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകുന്നില്ല. അതുപോലെ അറിഞ്ഞോ അറിയാതെയോ സ്തനാർബുദം ബാധിച്ചൊരു അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിക്ക് ക്യാൻസർ ഉണ്ടാകുന്നില്ല. നിങ്ങളെ ഒരാളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ക്യാൻസർ കോശങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കുത്തിവെച്ചാലും ആ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് 100% നമുക്ക് തറപ്പിച്ച് പറയാം, ക്യാൻസർ ഒരിക്കലും 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 പകർച്ചവ്യാധിയല്ല. മറ്റൊരു ചോദ്യം, ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമാണെന്നുള്ളതാണ്. പാരമ്പര്യത്തിന് ക്യാൻസറിലെ സാധ്യത 5% മാത്രമേ ഉള്ളൂ. അതും ചില ക്യാൻസറുകൾക്ക് ചില പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ വന്നുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ വിവാഹം കഴിക്കില്ലെന്നോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ക്യാൻസർ വന്നുകൊണ്ട് ഞാൻ മകൾ വിവാഹം കഴിക്കില്ലെന്നോ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും വരുന്ന കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്യാൻസർ നമ്മൾ ഒരിക്കലും ഒരു പാരമ്പര്യ രോഗമായിട്ട് ചിത്രീകരിക്കാറുമില്ല. ഒരു പകർച്ചവ്യാധിയുമല്ല, പാരമ്പര്യ രോഗവുമല്ല. ശരീരത്തിൽ എവിടെ ക്യാൻസർ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു ഒറ്റ പരിശോധന ഉണ്ടോ ഡോക്ടർ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പരിശോധന വികസിപ്പിച്ചെടുത്തിട്ടില്ല. പലതും പരീക്ഷണ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ എവിടെ ക്യാൻസർ ഉണ്ടെങ്കിലും ഒറ്റ പരിശോധന കൊണ്ട് മാത്രം കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള ഒരു പരിശോധനയും നമുക്കിപ്പോൾ ഇല്ല എന്ന് തീർച്ചയായും തിരിച്ചറിയണം. പലപ്പോഴും ഒരു രോഗിയുടെ ചോദ്യം ഇതുപോലെ രസകരമാണ്. ഡോക്ടർ, എനിക്ക് എൻ്റെ ശരീരത്തിലൊരു മുഴയുണ്ടായിരുന്നു, ആ മുഴ വേറെ ഡോക്ടർ പറഞ്ഞു കുത്തി പരിശോധിക്കണം, കുത്തി പരിശോധിച്ച് അതിൽ നിന്ന് കോശങ്ങൾ എടുത്തത് ക്യാൻസർ ആണോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ, ഞാൻ അതിന് പോയില്ല. കാരണം അത് കുത്തി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻസർ പെട്ടെന്ന് തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരും, അല്ലെങ്കിൽ പടരും എന്ന് പലരും എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തികച്ചും തെറ്റായ മറ്റൊരു വസ്തുതയാണത്. കാരണം നമുക്ക് അസുഖമുണ്ടെങ്കിൽ സംശയിക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ കോശങ്ങളെടുത്ത് പരിശോധിച്ച് അത് ക്യാൻസർ ആണെന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ അത് ക്യാൻസർ ആവുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് ക്യാൻസർ ഒരിക്കലും പെട്ടെന്ന് മറ്റു ഭാഗത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ആ പരിശോധനയ്ക്ക് വിധേയരാകാം. ക്യാൻസർ ചികിത്സയ്ക്ക് വരുന്ന രോഗിയുടെ ഏറ്റവും വലിയ മറ്റു പ്രശ്നം, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വികൃതമായി പോയില്ല ഡോക്ടറെ ചോദിക്കാറുണ്ട് വന്നിട്ട്. നമുക്ക് പണ്ട് അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നമ്മൾ കഴുത്തിലും വായിലും തൊണ്ടയിലും വരുന്ന ക്യാൻസറുകൾ നമ്മൾ അന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് വികൃതമാകുമായിരുന്നു. നമ്മുടെ പല അവയവങ്ങളും നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു രോഗിക്ക് സംസാരിക്കാൻ സാധിക്കാതെ വരുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആധുനിക ശാസ്ത്രത്തിൽ, ആധുനിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കും. വികൃതമാകാതെ തന്നെ നമുക്ക് ഓപ്പറേഷനിലേക്ക് വിധേയനാകാൻ സാധിക്കും. അത് മാത്രമല്ല, മറ്റു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, പ്രാരംഭ ദശയിൽ വരികയാണെങ്കിൽ പലപ്പോഴും നമുക്ക് അവയവം മുറിച്ചു മാറ്റാതെ അസുഖം വന്ന ഭാഗം മാത്രം മുറിച്ചു മാറ്റി നമുക്ക് ആ രോഗിയെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണം സ്തനാർബുദമാണ്. സ്തനാർബുദം പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയസാധ്യത 100%. അത് മാത്രമല്ല, നമ്മൾ അസുഖം വന്ന ഭാഗം മാത്രം മുറിച്ചു മാറ്റുകയും ആ സ്ഥലം അതുപോലെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് രോഗിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് വികൃതമാവുന്നു, അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്നുള്ള പഴയ ചിന്താഗതി
ഇന്ന് വെച്ച് പുലർത്തേണ്ട ഒരാവശ്യമില്ല. മറ്റൊരു ഭാഗം റേഡിയേഷൻ ചികിത്സയാണ്. റേഡിയേഷൻ ചികിത്സയിലെ പ്രധാനപ്പെട്ട ചോദ്യം ഇതുപോലെ തന്നെയാണ്. റേഡിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവൻ കരിഞ്ഞു പോയില്ലേ ഡോക്ടർ ചോദിക്കുന്നവരുണ്ട്. അതുമാത്രമല്ല, റേഡിയേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള നല്ല കോശങ്ങൾ നശിക്കുകയും രോഗിക്ക് ജീവിക്കാൻ സാധിക്കാനും വരികയില്ല എന്ന് സംശയിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഇവിടെയും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, റേഡിയേഷൻ ചികിത്സയിൽ നമ്മൾ ധാരാളം പുരോഗമിച്ചു കഴിഞ്ഞു. അസുഖം വന്ന ഭാഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് റേഡിയേഷൻ കൊടുക്കാൻ ശക്തിയുള്ള മെഷീനുകൾ നമുക്ക് ലഭ്യമാണ്. സാധാരണ കോശങ്ങളെ ഒന്നും നശിപ്പിക്കാതെ അസുഖം വന്ന കോശങ്ങളെ മാത്രം നശിപ്പിക്കാൻ ശക്തിയുള്ള മെഷീനുകളും അതിനുള്ള പരിപാടി നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അതും നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗികൾക്ക് ഏറ്റവും വലിയ സംശയം എപ്പോഴും കീമോതെറാപ്പിയെ കുറിച്ചാണ്. കാരണം കീമോതെറാപ്പിയിൽ നിന്നും ഉള്ള ഒളിച്ചോട്ടമാണ് നമ്മൾ എപ്പോഴും കാണാറ്. അതിന് കാരണമുണ്ട്. രോഗികൾ എന്നും വന്ന് പറയും, ഡോക്ടർ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ മുടി മുഴുവൻ പോവുകയല്ലേ, അതുപോലെ കീമോതെറാപ്പി താങ്ങാനാവാത്ത ഒരു ചികിത്സയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. പണ്ട് ഒരു പക്ഷെ ശരിയായിരുന്നു. പണ്ട് നമുക്ക് നല്ല മരുന്നുകളില്ലായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ധാരാളം മരുന്നുകളുണ്ട്. നമുക്ക് രോഗികളുടെ സ്വഭാവത്തിൻ്റെയും അതുപോലെ രോഗിയുടെ വയസ്സും രോഗിക്ക് താങ്ങാനുള്ള ശേഷിയും ഒക്കെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും മരുന്ന് നൽകുന്നത്. അതുകൊണ്ട് അത് ഭയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. മുടി കൊഴിയാതെ നമുക്ക് മരുന്ന് കൊടുക്കാൻ സാധിക്കുന്ന മരുന്നുകളും നമുക്ക് ലഭ്യമാണ്. മറ്റു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഈ മുടി കൊഴിയുക എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമല്ല. നമ്മൾ എടുക്കുന്ന സമയത്ത് മുടി പോകുന്നു, പക്ഷെ ആ മുടി മുഴുവൻ നമുക്ക് തിരിച്ചു വരികയെന്ന്. എന്തുകൊണ്ടാണ് മുടി പോകുന്നത് എന്നും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും സമ്മതിക്കും. നമ്മുടെ പല മരുന്നുകളും പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ എവിടെയൊക്കെ പെട്ടെന്ന് പെറ്റ് പെരുകുന്ന കോശങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ നശിപ്പിക്കുക ചെയ്യുന്നത്. ക്യാൻസർ കോശങ്ങളുടെ സ്വഭാവം അതാണ്, പെട്ടെന്ന് പെറ്റ് പെരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കോശങ്ങളെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി മരുന്ന് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ കോശങ്ങൾ പെട്ടെന്ന് പെറ്റ് പെരുകുന്നുണ്ടോ ആ കോശങ്ങളൊക്കെ നശിക്കും. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ പെട്ടെന്ന് പെറ്റ് പെരുകുന്ന ഒരു കോശം എന്ന് പറയുന്നത് മുടിയാണ്, മുടിയുടെ കോശങ്ങളാണ്. അതുകൊണ്ടാണ് മുടി നഷ്ടപ്പെടുന്നത്. പക്ഷെ ആ മുടി മുഴുവൻ നമ്മൾ മരുന്ന് നിർത്തി കഴിയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് അത് ഒരു പ്രധാന പ്രശ്നമാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ആ ചികിത്സ എടുക്കാതിരിക്കരുത്. മറ്റൊരു ചോദ്യം എന്ന് വരും, അതും കീമോതെറാപ്പി ചികിത്സയുമായിട്ട് സംബന്ധപ്പെട്ടാണ്. നമ്മൾ പലയിടത്തും വായിക്കാറുണ്ട്, അതായത് കീമോതെറാപ്പി ചികിത്സ എടുക്കുന്ന സമയത്ത് പഴങ്ങൾ കഴിക്കരുത്, അല്ലെങ്കിൽ ഇന്ന ആഹാരം കഴിക്കരുത്, ഇന്ന ആഹാരം കഴിക്കണം. അത് ശരിയല്ല. കാരണം നമ്മൾ കാണേണ്ട ഒറ്റ കാഴ്ച മാത്രമേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, ആഹാരത്തിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ചും കീമോതെറാപ്പി ചികിത്സ എടുക്കുന്ന സമയത്ത് നമ്മുടെ നോർമൽ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് പലതരം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തികേടായ ഭക്ഷണം, എടുത്തു വെച്ച ഭക്ഷണം ഒന്നും എടുത്ത് കഴിക്കരുതെന്ന് പറയും. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പഴങ്ങൾ കഴിക്കരുതെന്നല്ല ഉദ്ദേശിക്കുന്നത്. കഴുകി ഉപയോഗിക്കാവുന്ന പഴങ്ങളും പച്ചക്കറികളും വേണമെങ്കിൽ കഴുകി ഉപയോഗിക്കണം. അതുപോലെ തോലുള്ള പഴങ്ങൾ നല്ലതാണ്. കാരണം തോല് പൊളിച്ച് കളഞ്ഞുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് പഴം കഴിക്കുന്ന പ്രശ്നമില്ലെന്ന് പറയും. അതുകൊണ്ട് പഴങ്ങൾ വേണ്ടെന്നല്ല ഉപദേശിക്കുന്നത്. ഉദാഹരണം പറയാം, മുന്തിരിങ്ങ. പലപ്പോഴും അത് ചോദിക്കാറ്, മുന്തിരിങ്ങ കഴിക്കാം, ഒരു പ്രയാസമല്ല. പക്ഷെ കഴിക്കുമ്പോൾ നിങ്ങൾ നല്ലപോലെ കഴുകി ഉപയോഗിച്ച് കഴിക്കണം. ആഹാരപദാർത്ഥങ്ങളൊക്കെ അങ്ങനെയാണ്. ആഹാരപദാർത്ഥങ്ങൾ നമ്മൾ ഉപദേശിക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, നിങ്ങൾ എടുത്ത് വെച്ച ഒരു ആഹാരം വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുത്. കാരണം അതിലൊക്കെ ഇൻഫെക്ഷൻ വരാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കി അപ്പോൾ തന്നെ അവർക്ക് കൊടുക്കുക, കഴിക്കണം. എടുത്തു വെച്ച ആഹാരം ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വെച്ച ആഹാരം ആ സമയത്ത് ഉപയോഗിക്കരുതെന്ന് പറയും. കാരണം നമുക്ക് ആ വേണ്ടത് അപ്പോൾ തന്നെ ഉണ്ടാക്കി അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ സാധ്യതയുള്ള ആഹാരങ്ങളായിരിക്കണം. ഇന്ന ആഹാരം കഴിക്കണം, ഇന്ന ആഹാരം കഴിക്കേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ കീമോതെറാപ്പി എടുക്കുന്ന സമയങ്ങളിൽ കൂടുതലും ലിക്വിഡ് ഫുഡ്സ്, അതായത് വെള്ളങ്ങളായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. കട്ടിയ ആഹാരം കഴിക്കേണ്ടതല്ല. പക്ഷെ കഴിച്ചാൽ പലപ്പോഴും ഛർദ്ദിക്കാനുള്ള സാഹചര്യം, അതുപോലെ ദഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് നമ്മൾ തീർത്തും കഴിക്കേണ്ട. പലരും വന്ന് പറയും, എനിക്ക് ഇന്ന ആഹാരം കഴിച്ചേ പറ്റുള്ളൂ, കഴിക്കണം. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ രുചിക്കും അവർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളും അനുസരിച്ചുകൊണ്ട് വേണം നമുക്ക് ആഹാരം കൊടുക്കാൻ. അത് മാത്രമല്ല, പണ്ട് കഴിച്ചിരുന്ന പല ആഹാരങ്ങളും നമുക്ക് ആ സമയത്ത് കഴിക്കാൻ സാധിക്കാതെ വരും, ഇഷ്ടപ്പെടാതെ വരും.
പലരും വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് അതാണ്. അത് പലപ്പോഴും രോഗിയുടെ പ്രശ്നമല്ല, രോഗിയുടെ ബന്ധുക്കൾ, ഇഷ്ടപ്പെടുന്ന ബന്ധുക്കൾ എന്ന് പറയും. എന്റെ മകൻ അവന് ചോറ് കഴിക്കുന്നില്ല. ചോറ് കഴിക്കണ്ട, ചോറ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അവന് എന്താണ് കഴിക്കാൻ അവന് ഇഷ്ടം അത് കഴിക്കാം. അപ്പൊ ചോറ് കഴിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ അവർക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചും അവർക്ക് എന്ത് കഴിക്കാൻ സാധിക്കുന്നതനുസരിച്ച് നമ്മൾ കഴിക്കാൻ സാധിക്കണം, കൊടുക്കാൻ സാധിക്കണം. അതുപോലെ കഴിയുന്നതും എരിവും പുളിയും ഉള്ള സാധനം അധികം കൊടുക്കാതിരിക്കുക, കാരണം അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ നമ്മൾ ഈ കീമോതെറാപ്പി എടുക്കുന്ന സമയങ്ങളിൽ കുറച്ച് നാക്കിൽ തൊലിയൊക്കെ കുറച്ച് പോകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കുന്നില്ല. ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാൻ പ്രയാസമായിരിക്കും, കാരണം നമ്മൾ ആസിഡിക് ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് ആ സമയത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് രോഗിക്ക് എന്ത് കഴിക്കാൻ സാധിക്കുമെന്നും അവർക്ക് എന്താണ് വേണ്ടതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കണം. പലപ്പോഴും കാണുന്ന ഒരു ചോദ്യം, ഇന്ന് രാവിലെ കൂടെ ഒരാളും ചോദിച്ചു, അതായത് ഞാൻ കീമോതെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു സിനിമയ്ക്ക് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അത് കൊച്ചുകുട്ടികളുടെ പലപ്പോഴുള്ള ആഗ്രഹമാണ്. അവിടെയൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ സിനിമ കാണേണ്ടതല്ല നമ്മുടെ പ്രശ്നം. അതായത് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് നമുക്ക് കൂടി ഇരിക്കേണ്ട സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കും അവർക്ക് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പലതരം ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കീമോതെറാപ്പി എടുക്കുന്ന സമയങ്ങളിലൊന്നും സിനിമ കാണാനേ പോകാൻ പാടില്ലെന്ന് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നു, നമ്മുടെ രക്തത്തിൽ നമുക്ക് ആവശ്യമായ അണുക്കളുടെ അംശം കുറഞ്ഞിരിക്കുന്നു, ആ സമയത്തൊക്കെ നമ്മൾ ഇൻഫെക്ഷൻ വരാൻ ശ്രദ്ധിക്കാൻ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ചും ഡോക്ടറോട് സംസാരിച്ചുകൊണ്ട് ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായും പോകാൻ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. മറ്റു സംശയം പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ചും കീമോതെറാപ്പി മരുന്നെടുക്കുന്നവരോട് നമ്മൾ പറയും, നിങ്ങൾ 8ാമത്തെ ദിവസം രക്തം പരിശോധിച്ച് കൗണ്ട് നോക്കാൻ പറയും, 15ാമത്തെ ദിവസം കൗണ്ട് നോക്കാൻ പറയും. എന്തിനാണ് ഡോക്ടർ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കും. നമ്മൾ കൊടുക്കുന്ന മരുന്നുകളിലെ മിക്കവാറും എല്ലാ മരുന്നുകളും നമ്മുടെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന പോലെ തന്നെ മജ്ജയിൽ നമുക്ക് നിന്നും ഉണ്ടായി വരുന്ന നമ്മുടെ രക്തത്തിലുള്ള പല കോശങ്ങളെ നശിപ്പിക്കും. അതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. കാരണം നമുക്ക് ആവശ്യമായ കോശങ്ങളാണത്. നമുക്ക് രക്തസ്രാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് പ്ലേറ്റ്ലെറ്റുകൾ. നമുക്ക് മറ്റ് ഇൻഫെക്ഷനുകൾ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രതിരോധിക്കുന്നതാണ് നമ്മുടെ WBC വൈറ്റ് ബ്ലഡ് കോർപ്പസസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ രക്തം അളവ് സൂക്ഷിക്കുന്നതാണ് റെഡ് ബ്ലഡ് കോർപ്പസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കോശങ്ങളാണ്. ഇതിലെ കുറഞ്ഞു വരാനുള്ള സാധ്യത നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് കൊണ്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ നമുക്ക് നോക്കാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുറയുന്നുണ്ടോ എന്ന് നമുക്കറിയണം. മറ്റങ്ങനെ കുറയുകയാണെങ്കിൽ നമുക്ക് ആ കുറവ് നികത്താൻ സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് വൈറ്റ് ബ്ലഡ് കോർപ്പസസ് നമുക്ക് അളവ് കൂട്ടാനുള്ള മരുന്നുകളുണ്ട്, പ്ലേറ്റ്ലെറ്റുകൾ കൂട്ടാനുള്ള സംവിധാനമുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ രക്തത്തിലെ അളവ് കൂട്ടാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് അവർക്ക് ഇൻഫെക്ഷൻ എല്ലാം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ വേറെ ചോദ്യം വരുന്നത്, ഇവർക്ക് പനി ഉണ്ടാവുകയാണെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ചോദിക്കും. തീർച്ചയായും ശ്രദ്ധിക്കണം. കാരണം സാധാരണ ഒരു വ്യക്തിക്ക് പനി വരുന്ന പോലെ അല്ല പലപ്പോഴും പ്രത്യേകിച്ചും മരുന്നുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പനി ഉണ്ടാവാൻ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. പനി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അതിനാവശ്യമായ മരുന്നുകൾ നൽകേണ്ട ആവശ്യമുണ്ട്. നമ്മളിതിനെ എപ്പോഴും പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ രക്തത്തിലെ അതിൻ്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ന്യൂട്രോപീനിക് സെപ്സിസ്, ന്യൂട്രോപീനിക് ഇൻഫെക്ഷൻസ് എന്ന് പറയും. അത് പെട്ടെന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകാവുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ആവശ്യമുള്ള മരുന്ന് തുടങ്ങുകയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നമ്മൾ പോയി അഡ്മിറ്റ് ചെയ്ത് മരുന്നെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മറ്റൊരു ചോദ്യം വരാതുള്ളത് ഛർദിയുടെ പ്രശ്നമാണ്. അത് പല അവസ്ഥയുണ്ട്. മരുന്നെടുക്കുമ്പോൾ ഛർദി ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, മരുന്നുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഛർദി ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്, ആശുപത്രിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആശുപത്രി വരുന്ന സമയത്ത് ഛർദി ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. ഇതിലെല്ലാം ഉപരി ഡോക്ടറെ കാണുന്ന കാര്യം ആലോചിക്കുകയോ ഡോക്ടറെ മുഖം മനസ്സിൽ വരുമ്പോഴോ ഛർദിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ഇതെല്ലാം അതിൻ്റെ പല വകഭേദങ്ങളാണ്. ഛർദി ഒരു പ്രധാന പ്രശ്നമാണ്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഛർദി തടയാനുള്ള ധാരാളം മരുന്നുകളുണ്ട്, നമ്മൾ സാധാരണ ഉപയോഗിക്കും. അത് മാത്രമല്ല, മറ്റൊന്നും നമ്മുടെ മനസ്സാണ്. നമ്മൾ ഛർദിക്കില്ല എന്നുള്ള വിചാരത്തോടെ വരികയാണെങ്കിൽ ആ സാധ്യത ഛർദിക്കുന്നവർ കുറവായിരിക്കും. പക്ഷെ നമ്മൾ ഛർദി വരുമെന്ന് വിചാരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മളത് ഛർദിച്ചിരിക്കും. അതിന് നമ്മൾ സൈക്കോളജിക്കൽ കമ്പോണന്റ് എന്ന് പറയും.
അത് തടയാനുള്ള ഒരു മാർഗം പലപ്പോഴും രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അതുപോലെ ഒരിക്കലും ഒരു ഛർദി ഉണ്ടായാൽ ആ അവസ്ഥ പിന്നീട് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് ആദ്യം മുതൽ തന്നെ നമ്മൾ ഛർദി തടയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ പറയും. കീമോതെറാപ്പി എടുക്കുന്ന സമയത്തും കീമോതെറാപ്പി തുടർന്നുള്ള ആദ്യത്തെ 1-2 ദിവസവും നല്ലത് ലളിതമായ ആഹാരമാണ്. അത് നമ്മൾ പറയും കൂടുതലും നമ്മൾ ലിക്വിഡ് ഡയറ്റാണ് നല്ലത് എന്ന് പറയും.